കോവിഡിന് ശേഷം മറ്റൊരു ഭീകരൻ വൈറസ് പരത്തുന്ന ഭീതിയിലാണ് ലോകമുള്ളത്. കുരങ്ങുപനി എന്ന് മലയാളത്തിൽ വിളിക്കാവുന്ന മങ്കി പോക്സ് എന്ന വൈറസ് ബാധയുടെ രണ്ടാം വരവിനെ അതീവ ആശങ്കയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിനാൽ തന്നെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന. എന്താണ് മങ്കി പോക്സ്, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം, വിശദമായി വരികയാണ് നമ്മൾ. ആഗോളാശങ്കയായി എംപോക്സ് വൈറസ് മാറുമ്പോൾ എന്താണ് എംപോക്സ് വൈറസ് ബാധ എന്നതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ശരി, ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയാണ് അല്പസമയം മുമ്പ് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ നിർണായകമായ അപൂർവ ഘട്ടങ്ങളിൽ മാത്രമേ അത്തരത്തിൽ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ WHO പ്രഖ്യാപിക്കാറുള്ളൂ. നേരത്തെ കോവിഡ് സമയത്താണ് നമ്മൾ ഇത് കണ്ടത്. ഇപ്പോൾ കോവിഡിന് ശേഷം ഈ മങ്കി പോക്സ് വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സാഹചര്യം അങ്ങേയറ്റം ഗുരുതരമാണ് എന്ന്. എന്താണ് ആ സാഹചര്യം എന്നതിലേക്ക് വിശദമായി നമ്മൾ വരികയാണ്. 2 വർഷത്തിനിടെ രണ്ടാം തവണ, ഇതിനു മുമ്പ് 2022 ഈ മങ്കി പോക്സ് കുരങ്ങ് പനിയുടെ ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. ആ സമയത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിരവധി പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് വൈറസ് ബാധ ഉണ്ടാവുകയും ചെയ്തതാണ്. പിന്നീട് അത് അവസാനിച്ചു എന്നുള്ള ആശ്വാസത്തിലായിരുന്നു ലോകം മുഴുവൻ ഉണ്ടായിരുന്നത്. പക്ഷേ 2024 ആയപ്പോൾ കൃത്യം 2 വർഷം കഴിയുമ്പോൾ വീണ്ടും ആഫ്രിക്കയിൽ മങ്കി പോക്സിന്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്നു. അത് അതീവ ഭീകരമായ രീതിയിലാണ് രണ്ടാം വരവ് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. 13 രാജ്യങ്ങളിൽ രോഗബാധ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആഫ്രിക്കൻ രാജ്യങ്ങളാണ് 13ഉം. കോങ്കോയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധയും മരണവും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോങ്കോയും സമീപ ആഫ്രിക്കൻ രാജ്യങ്ങളുമായി കാര്യമായും രോഗബാധിതരുള്ളത്. ശരി, ആഫ്രിക്കയിൽ മരണം 524, കോങ്കോയിലും സമീപ രാജ്യങ്ങളിലുമായി 524 പേർ ഇതിനകം മങ്കി പോക്സ് വൈറസ് ബാധയേറ്റ് മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കുരങ്ങുപനി ബാധിച്ചു മരിച്ചിരിക്കുന്നു 524 പേർ. ഏറ്റവും കൂടുതൽ മരണസംഖ്യ 100-ലധികം പേർ മരിച്ചിരിക്കുന്നത് കോങ്കോയിൽ തന്നെയാണ്. പിന്നീട് മാലി ഉൾപ്പെടെ സമീപ ആഫ്രിക്കൻ രാജ്യങ്ങളിലും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആഫ്രിക്കയിൽ മാത്രം രോഗബാധിതർ 14,000 അതൊരു അനൗദ്യോഗിക കണക്ക് മാത്രമാണ്. 17,000 എന്ന് പറയുന്ന ഏജൻസികളുണ്ട്. എന്തായാലും ഏറെക്കുറെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ഫിഗർ 14,000-ഓളം രോഗബാധിതർ ഇതിനകം ആഫ്രിക്കയിൽ മങ്കി പോക്സ് ബാധിച്ചവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്ക്. രോഗവർദ്ധന 60%-ത്തിലധികം രോഗവർദ്ധനയാണ് ഈ സെക്കൻഡ് ഔട്ട്ബ്രേക്കിൽ ഉണ്ടായതെന്നുള്ളതും ഞെട്ടിക്കുന്ന വിവരമാണ്. അതായത് 2022 ആദ്യം റിപ്പോർട്ട് ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി 60% രോഗവർദ്ധനയാണ് ഇക്കുറിയുള്ളത് എന്നുള്ളതാണ് നടുക്കുന്ന വിവരം. ഓർത്തോപോക്സ് വൈറസ്, ഇതിന് കാരണമാകുന്ന വൈറസിന്റെ പേര് അങ്ങനെയാണ്, ഓർത്തോപോക്സ് വൈറസ് ആണ് ഇത് പടർത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് പടരുന്നത് എന്നതിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. ഓർത്തോപോക്സ് വൈറസ് ആണ് ഇതിന് കാരണക്കാരൻ, പകരുന്നത് എങ്ങനെ, അതിലേക്ക് നമ്മൾ വിശദമായി വരികയാണ്. രോഗികളുമായോ മൃഗങ്ങളുമായോ ഉള്ള സമ്പർക്കം, അതായത് ഈ രോഗം നേരത്തെ ബാധിച്ച മനുഷ്യരുമായി നേർക്കുനേരെയുള്ള കോണ്ടാക്ട് സമ്പർക്കത്തിലൂടെയാണ് കാര്യമായും ഇത് പകരുന്നത്. എന്ന് വെച്ചാൽ അവരുടെ സലൈവയിലൂടെ പകരാം, ശ്വാസോച്ഛ്വാസത്തിലൂടെ പകരാം, മുറിവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ദേഹമാസകല മുറിവുകൾ ഉണ്ടാകും. ആ മുറിവുകളിലെ ദ്രാവകത്തിൽ നിന്ന് മറ്റൊരു ദ്രവരൂപത്തിലുള്ള സംഗതി മറ്റൊരാളുടെ ശരീരത്തിലേക്ക് വന്നാൽ അതിലൂടെയും പകരാം. പിന്നീട് മൃഗങ്ങളുമായുള്ള സമ്പർക്കമാണ്. ഏതൊക്കെയാണ് മൃഗങ്ങൾ എന്നുള്ളതാണ്. കുരങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേര് തന്നെ മങ്കി പോക്സ് എന്നാണ്. എന്ന് വെച്ചാൽ അത് മങ്കിയിലൂടെ മാത്രമല്ല പകരം ആഫ്രിക്കയിൽ കണ്ടുവരുന്ന എലികൾ, അണ്ണാൻ മുതലായ ജീവികളിലൂടെയൊക്കെയാണ് ഇത് പകരുന്നത്. ഈ മൃഗങ്ങളെ കഴിക്കുന്നതിലൂടെയും പകരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഈ കോങ്കോ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ പട്ടിണി രാജ്യങ്ങളാണ്. എന്ന് വെച്ചാൽ ദരിദ്ര രാജ്യങ്ങളാണ്. അങ്ങേയറ്റം ദരിദ്ര പരകോടികളായ മനുഷ്യന്മാർ ജീവിക്കുന്ന ഇടങ്ങളാണ്. അവർക്ക് കാര്യമായി ഭക്ഷിക്കാൻ കാര്യമായ സംഗതികളൊന്നും അവരുടെ നാടുകളിൽ ഇല്ല. അതുകൊണ്ട് ഇത്തരം ചെറു ജീവികളെയൊക്കെ പിടിച്ചു കഴിക്കുന്നവരാണ് കൂടുതൽ ആളുകളും. അങ്ങനെയാണ് ഇപ്പോൾ ഈ അണ്ണാനെയും എലികളെയും ഒക്കെ പിടിച്ചു കഴിക്കുന്ന ആളുകൾക്കാണ് കൂടുതലായും ഇത് പകരുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ വിവിധ ഏജൻസികളിലൂടെ അറിയുകയാണ്. ഈ മൃഗങ്ങളെ കഴിക്കുന്നതിലൂടെയും അത് പകരാം. ലക്ഷണങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഭീകരൻ അസുഖത്തിൻ്റെ വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ? ശരീരഭാഗങ്ങളിൽ പൊങ്ങുന്ന കുമിളകൾ, എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ പോക്സ് ഒക്കെ കാണുന്നത് പോലെ തന്നെയാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ. ഇതിപ്പോൾ മുഖത്തായാലും കൈകളിലായാലും കാലുകളിലൊക്കെ ഈ കുമിളകൾ വരുന്നു. പൊള്ളുന്ന രീതിയിലുള്ള ചില കുമിളകൾ കണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട
ലക്ഷണമായി കാണുന്നത്. ആ കുമിളകൾ ദ്രവം നിറഞ്ഞ് പൊട്ടി വലിയ മുറിവുകളാകുന്നു. വെച്ചാൽ വസൂരിക്കലകളൊക്കെ പോലെയുള്ള വലിയ വട്ടത്തിലുള്ള മുറിവുകൾ ആദ്യം മാറുന്നു. ആദ്യം ചെറിയ കുമിളകൾ ഉണ്ടാകുന്നു, അതിൽ ചെറിയ പ്രത്യേക ദ്രാവകം നിറഞ്ഞ് അത് പൊട്ടുന്നു, പൊട്ടി വലിയ മുറിവുകളാകുന്നു. അങ്ങനെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. വസൂരി ചുണങ്ങ് പോലെ മാറുന്നു ഈ ചെറിയ കുമിളകൾ. ദേവാസകലം ഉണ്ടാകുന്ന ചെറിയ കുമിളകൾ പിന്നീട് വലിയ വസൂരിക്കലകൾ പോലെയുള്ള മുറിവുകളായി മാറുന്നു. തലവേദന, പനി, പേശിവേദന, ക്ഷീണം മുതലായവയാണ് മറ്റു പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. കടുത്ത തലവേദന ഉണ്ടാകും, പനി ഉണ്ടാകും, പേശിവേദന ഉണ്ടാകും, ക്ഷീണമുണ്ടാകും. ഇതും മറ്റു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ശരി, 1970 മനുഷ്യനിൽ ആദ്യമായി, കോങ്കോയിലാണ് ആദ്യം ഈ രോഗം കാണപ്പെടുന്നത്. 1970 മനുഷ്യനിൽ ആദ്യമായി ഈ രോഗം സ്ഥിരീകരിക്കപ്പെടുന്നത്. 1970 അതും കോങ്കോയിലാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ രോഗികളുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളതുമൊക്കെ കോങ്കോയിലാണ്. സമീപ ആഫ്രിക്കൻ രാജ്യങ്ങളിലും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, രോഗബാധയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1958 ആദ്യം ഈ രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന ആദ്യം കണ്ടെത്തിയത് കുരങ്ങുകളിലാണ്. അങ്ങനെയാണ് ആ പേര് ഈ വൈറസിന് കിട്ടിയതെന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ്. ശരി, അപ്പോൾ എന്താണ് ഈ ഏറ്റവും ആശ്വാസകരമായ, ചെറിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം? ഏഷ്യൻ കൺട്രീസിൽ, നമുക്ക് ഇന്ത്യയിൽ ഇതൊരു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇതുവരെ ഇല്ല. ഏഷ്യൻ രാജ്യങ്ങളിൽ എവിടെയും ഈ മങ്കി പോക്സ് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എങ്കിൽ കൂടിയും ആഫ്രിക്കയിൽ വലിയ തോതിൽ ഇത് പടരുമ്പോൾ സ്വാഭാവികമായി ഇതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറെ കൂടി മങ്കി പോക്സിനെ കുറിച്ച് കുറെ കൂടി ജാഗരൂകരായി നിൽക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറഞ്ഞു തരാൻ നമ്മോടൊപ്പം ഇപ്പോൾ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അനൂപ് ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങളിലേക്ക് വരാം. ഇന്ന് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മങ്കി പോക്സ് എന്ന് പറയുന്ന അസുഖം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ, അല്ലെങ്കിൽ നമ്മളതിനെ ഫീക്ക് എന്നാണ് പറയാം, പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ. മുമ്പേ കോവിഡിന്റെ കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. എന്താണ് ഈ മങ്കി പോക്സ്? പേരിൽ മങ്കി പോക്സ് ഉണ്ടെങ്കിലും സാധാരണ ഇത് കുരങ്ങുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമല്ല. നേരെ മറിച്ച് ഈ കുരങ്ങുകളിൽ ആദ്യം ഈ കണ്ടുപിടിക്കപ്പെട്ടത് കൊണ്ടാണ് ഇതിനെ മങ്കി പോക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ വൈറസുകൾ കൃത്യമായി ഏത് മൃഗങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റി വ്യക്തതയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഔട്ട്ബ്രേക്കിൽ, പ്രത്യേകിച്ച് ഈ അണ്ണാൻ, ഈ പെരിച്ചാഴി, ഇത്തരം വിഭാഗത്തിൽപ്പെട്ട ജീവികളിൽ നിന്നാണ് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത്. അതുകൊണ്ട് തന്നെ ഇതും ഒരു ജന്തുജന്യ രോഗമാണ്. മനുഷ്യരിലേക്ക് രോഗം വന്നു കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗവ്യാപനം വരാം. സാധാരണ രീതിയിൽ നമ്മൾ മുമ്പൊക്കെ കേട്ടിട്ടുള്ള വസൂരി പോലെയുള്ള, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചിക്കൻ പോക്സിന്റെ മറ്റൊരു, അതിനേക്കാളും തീവ്രമായ, എന്നാൽ വസൂരിയുടെ അത്ര തീവ്രത ഇല്ലാത്ത മറ്റൊരു രോഗമാണ് ഈ മങ്കി പോക്സ്. സാധാരണ ഈ വൈറസ് നമ്മുടെ രോഗിയുമായി അടുത്ത് ഇടപഴകിയ ശേഷമോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വൈറസ് ഉള്ള മൃഗങ്ങളിൽ നിന്ന് ഉള്ള സമ്പർക്കം മൂലമോ ആണ് ഈ വൈറസ് ശരീരത്തിലേക്ക് വരുന്നത്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏകദേശം 4 മുതൽ ഒരു 2 ആഴ്ച വരെ അല്ലെങ്കിൽ 3 ആഴ്ച വരെയുള്ള സമയത്തിന് ശേഷമാണ് ഈ ആള് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത്. രോഗലക്ഷണങ്ങൾ പ്രധാനമായും തുടക്കത്തിൽ ശക്തമായ ശരീരവേദന, തൊണ്ടവേദന, പനി, വിറയലോടുകൂടിയുള്ള പനി എന്നിവയാണ് ഉണ്ടാവാറ്. പനി തുടങ്ങി 2-3 ദിവസത്തിന് ശേഷമാണ് ശരീരത്തിൽ ഈ ചിക്കൻ ബോക്സിനൊക്കെ കാണുന്ന പോലെയുള്ള കുമിളകൾ പോലെയുള്ള ഈ സ്കിന്നിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ കാണുന്നത്. പിന്നീട് അത് ശരീരം മുഴുവൻ വ്യാപിക്കുകയാണ് ചെയ്യുക. ചിക്കൻ ബോക്സുമായി ഇത് നമുക്ക് വ്യത്യാസം കാണുന്നത്, ചിക്കൻ ബോക്സ് സാധാരണ നമ്മുടെ കൈയുടെ ഉള്ളിലും കാലിന്റെ പാദങ്ങളിലും ഒന്നും കൂടുതലായി വ്യാപിക്കാറില്ല. പക്ഷെ ഇത് കൈയുടെ ഉള്ളിലേക്കും ഈ പാദങ്ങളിലേക്കും ഒക്കെ വരും. ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തുള്ള ഈ ലിംഫ് നോഡ് വലുതാവും, നമ്മൾ കയല വീങ്ങുക എന്ന് പറയാം. ആ രീതിയിലേക്കുള്ള വ്യത്യാസങ്ങൾ വരും. അതേപോലെ തന്നെ ചിക്കൻ ബോക്സ് ആകുമ്പോൾ നമുക്ക് കാണാം, ചില ആൾക്കാർക്ക് അത് ആദ്യം കുമിള വരുന്ന സമയം, പിന്നീട് ചില ഈ കുമിളകളൊക്കെ തന്നെ ഉണങ്ങാൻ തുടങ്ങും. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല, ശരീരം മുഴുവൻ ഒരേ സമയത്ത് തന്നെയാണ് കുമിളകൾ വരുന്നത്. പിന്നീട് അത് ഏകദേശം ഒരു 3 മുതൽ 4 ആഴ്ച വരെ ശരീരത്തിൽ ഇത് നിൽക്കാം. പിന്നീടാണ് അത് ഉണങ്ങി തുടങ്ങുന്നത്.
ഇതിന്റെ ഈ മരണനിരക്ക് പൊതുവെ കുറവാണ്. അത് പല രീതിയിലുള്ള കണക്കുകളുണ്ട്. എന്നാലും നമ്മൾ സാധാരണ പ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാരിലേക്ക് വരുമ്പോഴും കുട്ടികളിലേക്ക് വരുമ്പോഴും മരണനിരക്ക് കൂടുതലാണ്. ലോകത്ത് ഈ ഒരു ഔട്ട്ബ്രേക്കിൽ ഏകദേശം 2 ലക്ഷത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ 200ന്റെ അടുത്താണ് ഈ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഇതുവരെ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 27 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ ആദ്യത്തെ കേസ് കേരളത്തിലാണ്. ജൂലൈ 2000 കേരളത്തിലാണ് ആദ്യം കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ ഏകദേശം 12ഓളം കേസുകൾ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടാണ് മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളൊക്കെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാരിലാണ്. ഇപ്പോൾ ഇതിനുള്ള ഒരു പ്രത്യേക ഒരു വ്യത്യാസം, ഇതിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഈ വൈറസിന്റെ വകഭേദം നമ്മുടെ ഈ സെക്ഷൽ ട്രാൻസ്മിഷൻ പോലെ വരുന്നുണ്ട്. അതായത് ഈ ലൈംഗിക ബന്ധത്തിലൂടെ വരുന്നുണ്ട്. അതും പ്രധാനമായും തന്നെ ഈ സ്വവർഗാനുരാഗികളിലാണ്. പ്രത്യേകിച്ച് ഈ പുരുഷ സ്വവർഗാനുരാഗികളിലാണ് ഈ സ്വവർഗ രതിക്ക് ശേഷമാണ് ഈ വൈറസ് ശരീരത്തിലേക്കായിട്ട് ചില ആൾക്കാരിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൽ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേക വകഭേദത്തിന്റെ ഒരു പ്രധാന മെത്തേഡാണ്. അതേപോലെ തന്നെ രോഗിയുമായി അടുത്ത് ഇടപഴകുമ്പോഴും രോഗം വരാം. അപ്പൊ നമ്മൾ ചിക്കൻ ബോക്സ് ഒക്കെ പോലെ തന്നെ ഈ ശരീരത്തിൽ ഇത്തരം വ്യത്യാസങ്ങൾ കാണുകയാണെങ്കിൽ അവരെ ഐസൊലേറ്റ് ചെയ്യുകയും അവരായിട്ട് അടുത്ത് ഇടപഴകുന്ന ആൾക്കാരൊക്കെ PPE ധരിക്കുകയും മറ്റ് മുൻകരുതലുകൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. വാക്സിൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ലഭ്യമാണ്. പക്ഷെ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല. ഇന്ത്യയിൽ ഇതുവരെ മരണമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതിനൊരു പ്രത്യേക രീതിയിലുള്ള ആന്റിവൈറൽ മരുന്ന് USFDA അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പല രാജ്യങ്ങളിലും അത് ലഭ്യമായിട്ടില്ല. അതിന്റെ ഒരു ട്രയൽ രീതിയിലുള്ള അവസ്ഥയിലേക്ക് അതിന്റെ മരുന്ന് എത്തിയിട്ടുള്ളൂ. ഇനി നമ്മൾ എന്താണ് ഇതിനകത്ത് കരുതിയിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ കോവിഡ് പോലെ ഗൾഫ് രാജ്യങ്ങളിലൂടെ നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ രാജ്യങ്ങളിലൊക്കെയുള്ള ആൾക്കാർ ഈ പ്രത്യേകിച്ച് ഈ സെക്ഷൽ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ ഉള്ളത് കൊണ്ട് ഈ സെക്സ് വർക്കേഴ്സിനടുത്തൊക്കെ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് തീർച്ചയായിട്ടും മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ ഏതെങ്കിലും രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് എമർജൻസി ആയിട്ട് തന്നെ അതിനുള്ള ചികിത്സ തേടേണ്ടതും അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഇത് സ്കിന്നിലാണ് ഇതിന്റെ പ്രധാന ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപൂർവം ചില ആൾക്കാരിലേക്ക് അത് തലച്ചോറിനെ ബാധിക്കാം, ശ്വാസകോശങ്ങളെ ബാധിക്കാം, മറ്റ് അവയവങ്ങളിലേക്ക് വ്യത്യാസം വരാം, മറ്റ് അണുബാധകൾ ഇതിന്റെ കൂടെ വരാം. അപ്പോഴൊക്കെയാണ് അതൊരു മരണകാരണമാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ രീതിയിലുള്ള ഈ പ്രതിരോധ മാർഗങ്ങളും മുൻകരുതലുകളും എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. വലിയ രീതിയിലേക്ക് ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ രോഗം വന്ന് തുടങ്ങിയിട്ടില്ല, പക്ഷേ വരാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും ഇപ്പോൾ ഇത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം അതിഗുരുതരമായ രീതിയിൽ മങ്കി പോക്സിന്റെ വ്യാപനം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ കരുതിയിരിക്കണം, എങ്ങനെയൊക്കെ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യമാണ് ഡോക്ടർ അനൂപ് വിശദീകരിച്ചത്. നമ്മുടെ നാട്ടിലുള്ള ആളുകളൊപ്പം പ്രവാസികളുമൊക്കെ ജാഗ്രത പാലിക്കേണ്ട മേഖലകളും ഇടങ്ങളുമൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. അപ്പോൾ അതാണ് ഈ ചുരുക്കപ്പേരിൽ എംപോക്സ് എന്നറിയപ്പെടുന്ന ഈ മങ്കി പോക്സ് വൈറസ്. നമ്മൾ ആരോഗ്യ അടിയന്തരാവസ്ഥ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. ആരോഗ്യ അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള മെഡിക്കൽ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ജാഗരൂകരായി നിൽക്കേണ്ട ഒരു അപൂർവ സന്ദർഭം എന്നുള്ള രീതിയിലാണ് WHO ഈ ആരോഗ്യ അടിയന്തരാവസ്ഥയെ കാണുന്നത്. അപ്പോൾ ആഗോള തലത്തിൽ തന്നെ ഒരു ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് WHO ഓർമ്മപ്പെടുത്തുന്നത്.